إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൽ തഖ്വയുള്ളവരായിരിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇസ്ലാമിക സമൂഹത്തിൽ പടർന്നു പിടിച്ച തരീഖത്തുകളെ സംബന്ധിച്ചാണ്. അതിലെ അവരുടെ ചില വിശ്വാസങ്ങളെയും അവരുടെ ചില വാദങ്ങളെയും ഒക്കെ നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ മനസ്സിലാക്കി. ഇനി അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വ്യാപകമായി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഒരു മേഖലയാണ് കറാമത്തുകൾ എന്ന് പറയുന്നത്. അതിന് വലിയ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ തന്നെ ഈ ത്വരീഖത്തിന്റെ മശായിഖന്മാർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കറാമത്ത്? അമാനുഷികമായി മനുഷ്യരിൽ നിന്ന് ഉണ്ടാകുന്നത് എല്ലാം കറാമത്താണോ? അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ അമാനുഷികമായതോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മായാജാലങ്ങളോ കാണിക്കുമ്പോൾ ഇതെല്ലാം സത്യമാണ്, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, ഇതെല്ലാമാണ് ഇസ്ലാം പറഞ്ഞ കറാമത്ത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം നിങ്ങളെ കേൾപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ മലയാളക്കരയിൽ തന്നെ കറാമത്ത് കച്ചവടങ്ങളെ കൊണ്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥയാണ് ചില ഭാഗങ്ങളിലെല്ലാം. അത് വിൽപ്പനച്ചരക്കാക്കിയിരിക്കുകയാണ്. എന്നാൽ എന്താണ് കറാമത്ത്?
അത് പരിശുദ്ധ ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ട സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണോ അല്ലയോ എന്നൊക്കെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഈമാനും തഖ്വയുമാണ് എല്ലാ സൽക്കർമ്മങ്ങളുടെയും, അള്ളാഹു ആദരിക്കുന്നതിൻ്റെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൻ്റെയും അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും മാനദണ്ഡം ഈമാനും തഖ്വയുമാണ്. അഥവാ കറകളഞ്ഞ തൗഹീദും തഖ്വയിൽ അധിഷ്ഠിതമായി അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ടുള്ള സൽക്കർമ്മങ്ങളും. ഇതുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ആദരവിനാണ് സാങ്കേതികമായി കറാമത്ത് എന്ന് പറയുന്നത്. അപ്പൊ പതിവിന് വിപരീതമായി മനുഷ്യ കഴിവിൽ പെടാത്തതായി സംഭവിച്ചേക്കാവുന്ന ഈമാനും തഖ്വയുമുള്ള ആളിൽ നിന്ന് പുറത്തു വരുന്ന ചില കാര്യങ്ങൾ, ഇതിനാണ് ഇസ്ലാമിൽ കറാമത്ത് എന്ന് പറയുന്നത്. ഇത് പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ് സൂറത്ത് ആലി ഇമ്രാനിലെ 38-ാമത്തെ ആയത്ത്, 37, 38, 39. അതെല്ലാം അതിൽപ്പെട്ട ആയത്തുകളാണ്. എന്താണ് ആ ആയത്തുകളുടെ സാരാംശം? മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു. ആ മറിയമുവിന്റെ സംരക്ഷണ ചുമതല സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയമുവിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം തന്നെ അവിടെ ഭക്ഷണം കാണുന്നു. ആരെങ്കിലും കൊണ്ടുവരുന്നതോ അവിടെ പാകം ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായി കാണത്തക്ക രീതിയിലുള്ളതോ അല്ല, അവിടെ ഭക്ഷണം കാണുന്നു. ആ സന്ദർഭത്തിൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശരിക്കും മനസ്സിലാക്കുക. അതായത് ഇതിലെ കല്ലും നെല്ലും കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് ഇങ്ങനെ പറയുന്നത്. അതായത് കള്ള നാണയങ്ങളും ഇസ്ലാമിൽ ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം. ഈ ഭക്ഷണം ഇവിടെ എത്തുന്നത് കണ്ട സക്കരിയ നബി ആകുന്ന സംരക്ഷണ ചുമതല ഉള്ള ആള് മറിയമ്മിനോട് ചോദിക്കുകയാണ്, അന്നാ ലക്കി ഹാദ, അല്ല എവിടെ നിന്നാണ് മറിയമോ ഈ ഭക്ഷണം വരുന്നത്? അപ്പൊ ഇന്ന ആള് കൊണ്ടുവരുന്നതാണ്, അങ്ങനെയാണല്ലോ നമ്മൾ പറയല്, അല്ല ഇന്ന ഹോട്ടലിൽ ഉണ്ടാക്കിയതാന്ന്. മറിയം ബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറുപടി, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്ക് ലഭിക്കുന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, നിശ്ചയമായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ റിസ്ഖ് നൽകുന്നവനാണ് എന്ന് ആലി ഇമ്രാൻ 37. അപ്പൊ ഇതിവിടെ ഒരു ആള് കൊണ്ടുവരുന്നതോ പാകം ചെയ്യുന്നതോ ഏതെങ്കിലും രീതിയിലുള്ള എത്തിച്ചു കൊടുക്കുന്നതോ ഒന്നും കാണുന്നില്ല. അദ്ദേഹം ആ ആരാധനാ പീഠത്തിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം, മെഹ്റാബ് ആരാധനാ പീഠത്തിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം ഭക്ഷണം കാണുന്നു. അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത് എവിടുന്നാണ്? മറുപടി അള്ളാഹുവിൽ നിന്നാണ്. ഇത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു ആദരിച്ചതിന്റെ ഭാഗമാണ്, കറാമത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു അസാധാരണ സംഭവമാണ്. ഇത് ഒരു
മനുഷ്യ കഴിവിൽ പെടാത്തതാണ്. മനുഷ്യന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ആള് കൊണ്ടുവരണം, കൊണ്ട് വെച്ചു കൊടുക്കണം, ഭക്ഷണം പാകം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പണികൾ ഉണ്ടാവുന്ന അവിടെ നടക്കില്ല. ഇതാണ് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കറാമത്തുകളുടെ ഉദാഹരണങ്ങൾ. അത് ഈമാനും തഖ്വയുമുള്ള ആളുകൾക്ക് ഉണ്ടാകൂ. അതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം. ഇനി ഇതേപോലെ തന്നെ അമാനുഷിക കഴിവുകൾ ഈമാനും തഖ്വയും ഇല്ലാത്ത ആളുകൾ പ്രകടിപ്പിക്കൂലേ? പ്രകടിപ്പിക്കും. അതിനെന്താ പറയാ ഇസ്ലാമില്? കറാമത്ത് എന്ന് പറയോ? ഇല്ല. അതിനെന്താ പറയാ? ഇസ്തിദ്റാജ്. എന്താ പറയല്? ഇസ്തിദ്റാജ്. അഥവാ മേലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി 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 കുടുക്കിട്ട് പിടിക്കുക. അതപ്പം അതിന്റെ മലയാള ഭാഷയുള്ള അർത്ഥം. ഒരു ഉദാഹരണം പറയാം. തമ്മാടികളും തോന്യാസികളും ഫാസിക്കങ്ങളും ആയ ആളുകളിൽ നിന്ന് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. അതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. ഏതുപോലെ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ദജ്ജാൽ വരും, എല്ലാവർക്കും അറിയാലോ. വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ദജ്ജാലിന്റെ കുഴപ്പത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് അള്ളാഹിനോട് ദ്വാരക്കാൻ വേണ്ടി റസൂലുള്ള കൽപ്പിച്ച നമസ്കാരത്തിന്റെ അവസാനത്തിൽ. ഇവിടെ ദജ്ജാൽ പുറപ്പെട്ടു വരുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഇമാം ബുഖാരിയും മുസ്ലിമും നവാസ് ഇബ്നു സമആൻ അടക്കമുള്ള സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവങ്ങളിൽ കാണാം, ദജ്ജാൽ വരും, മക്കയിലും മദീനയിലും പ്രവേശിക്കയില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നതിലടുത്ത് കാണാം. നല്ല യുവാവായ ഒരു മനുഷ്യന്റെ അടുക്കൽ അവൻ ചെല്ലും. ആര്? ദജ്ജാൽ. അവന്റെ കയ്യിൽ വാളുണ്ടായിരിക്കും. ആ മനുഷ്യനെ അവൻ രണ്ട് പിളർപ്പാക്കും. ഒരു ഭാഗം അങ്ങോട്ടും ഒരു ഭാഗം ഇങ്ങോട്ടും, രണ്ട് പിളർപ്പാവും. എന്നിട്ട് ആ മനുഷ്യനെ ഇവൻ വിളിക്കും, ദാ ഇങ്ങോട്ട് വാ, എഴുന്നേൽക്ക്. അപ്പൊ ഈ രണ്ട് പിളർപ്പായി വീണ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മേരവദനായി അവന്റെ മുമ്പിലേക്ക് വരും. ഇത് കറാമത്താ? റസൂലിന്റെ ഹദീസുള്ള ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്താൽ ചില ആളുകൾ ഇത് സ്വീകരിക്കും. റസൂലുള്ള പറഞ്ഞു, ഈമാനും തഖ്വയുമുള്ള ദജ്ജാലിനെ പറ്റി പഠിച്ച ആളുകൾ പറയും, ഇത് മുഹമ്മദ് നബി നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ദജ്ജാൽ എന്ന കുഴപ്പക്കാരനാണ് എന്ന് വിശ്വാസികൾ പറയും. അല്ലാത്ത എന്താ പറയാ? ഞാൻ പറയേണ്ടതില്ലല്ലോ, ഓറ് കാര്യപ്പെട്ട ആൾ തന്നെയാണ്. രണ്ട് ഭാഗത്തൊക്കെ മുറിഞ്ഞു വീണ ആളെ വിളിച്ചിങ്ങോട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ, പുഞ്ചിരിച്ചുകൊണ്ട് ആളെ എഴുന്നേറ്റ് വരും. നല്ല യുവാവായ മുംതലിയായ ഒരാള് എന്നാണ് ഹദീസിലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇത് സംഭവിക്കുന്ന ഉറപ്പാണല്ലോ, ഇത് ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ, സംശയമില്ലല്ലോ. കറാമത്തായി വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇത് ഇസ്തിദ്റാജ് അഥവാ വിശ്വാസികൾക്കൊരു പരീക്ഷണം. ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, അവരുടെ തലമുടിയിൽ നിന്ന് ഭസ്മം എടുത്ത് കാണിക്കും പെട്ടെന്ന്. ഈമാൻ ഇല്ലാത്തവൻ പറയും ഓർ വലിയുള്ളാഹി, ഈമാൻ ഉള്ളവൻ പറയും അവൻ കള്ളനാണ്. കാരണം എന്താ? ഇതൊക്കെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇത് മാത്രമല്ല, ആകാശത്തേക്ക് കൈ ചൂണ്ടിയും കൊണ്ട് അവൻ പറയും ആകാശത്തോട് മഴ വർഷിപ്പിക്കാൻ. അപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്യും. അല്ലല്ല, ഓൻ പറയും, ആര്? ദജ്ജാല്. ഹദീസുള്ളതാണ്. അതേ പ്രകാരം തന്നെ സസ്യലതാദികൾ ഏകദേശം നല്ല രീതിയിൽ മുളപ്പിക്കാൻ വേണ്ടി ഭൂമിയോട് ആവശ്യപ്പെടും. അപ്പോൾ ഭൂമി സുഭിക്ഷമായി ആൾക്കാരുകൾക്കൊക്കെ ഭക്ഷിക്കത്തക്ക രീതിയിൽ സുഭിക്ഷമായ രീതിയിൽ സസ്യലതാദികൾ, പഴങ്ങള്, കായ്കനികള് എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും. ആരാത് ചെയ്യുന്ന ആള്? ദജ്ജാൽ. അപ്പൊ നമുക്കെന്ത് മനസ്സിലായി? ഈ അമാനുഷികമായി തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും പ്രകടിപ്പിച്ചാൽ
എല്ലാം വലിയുള്ളാഹി ആവില്ല. ഈമാനും തഖ്വയുമുള്ള ആളെ അള്ളാഹു ആദരിക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് സംഭവിച്ച പോലെ. അതേ പ്രകാരം തന്നെ സഹാബികളിൽ പല ആളുകളിൽ നിന്നും അത്തരം കാര്യങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതേ സ്ഥാനത്ത് യഥാർത്ഥ തൗഹീദും ഈമാനും തഖ്വയും അമലും ഇല്ലാത്ത ആളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നതിന് ആരും കറാമത്ത് എന്നോ വലിയുള്ളാഹി എന്നോ പേര് നൽകിയും കൊണ്ട് അതിനെ വെറുതെ പേരിട്ട് വിളിക്കേണ്ടതില്ല. അത് ഇസ്ലാമിക ദൃഷ്ട്യാ കറാമത്ത് അല്ല. ഇതാണ് ഇപ്പോ രണ്ടും വ്യത്യാസം. ഏത് സാധാരണയുള്ള അമാനുഷിക കാര്യങ്ങൾ. പിന്നെ മുഅ്ജിസത്ത്, അത് അമ്പിയാക്കന്മാർക്ക് ഉണ്ടാവും. അത് അമ്പിയാക്കന്മാരിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അള്ളാഹു അവരിലൂടെ പ്രത്യക്ഷപ്പെടുത്തുന്ന അമാനുഷിക കാര്യങ്ങളാണ്. അത് പിന്നെ വെളിവാക്കൽ നിർബന്ധമാണ്. കറാമത്ത് ഇങ്ങനെ പറഞ്ഞു നടക്കണം. എന്നാ സക്കരിയ നബി പറഞ്ഞു നടക്കണ്ടേ? കച്ചവടം നടത്തിയ സക്കരിയ നബി, നമ്മുടെ നാട്ടിൽ കറാമത്ത് കച്ചവടമല്ലേ? ഓര് ഭയങ്കരാണ്. എന്തെല്ലാം കഥകളാണ്. പറന്നു പോകുന്ന പ്ലെയിനെ കൈ കാണിച്ചിട്ട് സെക്കൻഡ് കൊണ്ട് നിർത്തി. ട്രെയിനൊന്നും പിന്നെ പ്രശ്നമല്ല, പ്ലെയിൻ തന്നെ നിർത്തുന്ന ആളുകളാണ്. അങ്ങനെ ഒരുപാട് കഥകൾ. അത് കേട്ട് ഇതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മഹാഭൂരിപക്ഷത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടത് പറയാൻ കാരണം, ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തെരീഖത്തുകാരും മശായിഖന്മാരും സൂഫികളുമാണ്. അവരെ കെട്ട് കഥകളിലാണ് ഇത്തരം ഭാണ്ഡങ്ങളും കെട്ടുകളും മാറാപ്പുകളും അതേ പ്രകാരമുള്ള അവരുടെ അസാത്തീറുകളും ഒക്കെ ഉള്ളത്. അമ്മായി കഥകൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. അതെല്ലാം കാണുന്നത് അതിലാണ്. എന്നാൽ കറാമത്ത് പറഞ്ഞു നടക്കുകയോ കറാമത്ത് എനിക്ക് വെളിവായി എന്ന് പ്രത്യക്ഷപ്പെടുത്തുകയോ ചെയ്യേണ്ടതുണ്ടോ? ഇപ്പൊ ഇവിടെ എന്താ നടന്നത്? സക്കരിയ നബി അഭൗതികമായ രീതിയിൽ ഭക്ഷണം വരുന്നത് കണ്ടു. ഒന്ന് ചോദിച്ചു, ഉത്തരം പറഞ്ഞു. ഹുനാലിക കണ്ട, ഈ കറാമത്ത് കണ്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് ടെൻഷനുണ്ട്, ഒരു പ്രയാസമുണ്ട്. അതെന്താ? കുഞ്ഞില്ല, മക്കളില്ല എന്ന പ്രയാസമുണ്ട്. ഹുനാലിക അവിടെ വെച്ചുകൊണ്ട് സക്കരിയ നബി ദുആരക്കുകയാണ് റബ്ബഹു, റബ്ബിനോട്. ഖാല റബ്ബി ഹബ്ലി മിൻ ലദൻക ദുർരിയത്തൻ തയ്യിബ, എനിക്ക് നല്ലൊരു കുഞ്ഞിനെ നൽകണം അല്ലാഹ് ഔദാര്യമായിട്ട്. ഇന്നക സമീഉ ദുആ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. നേരെ കറാമത്ത് കണ്ട സക്കരിയ നബി അള്ളാഹുനോട് ദുആരക്കാന്ന്. മറിയമ്മോനോട് നീ എനിക്കൊരു കുഞ്ഞിനെ തരണം. ഏതാ ഈ വലിയുള്ളാഹി ആയി തീർന്നില്ലേ, വലിയത്തുള്ളാഹി ആയില്ലേ, ഇനി എനിക്കൊരു കുഞ്ഞിനെ തരണം എന്ന് മറിയം അലൈഹിസ്സലാമയോട് ചോദിച്ചില്ല, അള്ളാഹിനോട് ദുആർന്നു. ഇതിന്റെ അർത്ഥം എന്താ? ഇത് പുറത്ത് പറഞ്ഞിങ്ങനെ നടന്ന് കച്ചവടവൽക്കരിക്കേണ്ട ആവശ്യമില്ല. മാനസികമായ അദ്ദേഹത്തിന് കുഞ്ഞു വേണം എന്നുള്ളതിന് അള്ളാഹിനോട് ദ്വാരക്കലാന്ന്. അത് ദ്വാരുന്നു. ഇതിന്റെ അർത്ഥം എന്താ? കറാമത്ത് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞോ, എല്ലാരും വെള്ളം കൊണ്ടുവരീനടോ, എല്ലാരും ചരടും നൂലുമായിട്ട് വരീ, മറിയമ്മ മന്ത്രിക്കും, മറിയമ്മ വെള്ളം ഊതിത്തരും, എല്ലാവരും വരും. സക്കരിയ നബി പറഞ്ഞ? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞോ? ഇല്ല. എന്താ കാരണം? അതങ്ങനെ പറഞ്ഞു നടക്കേണ്ട സംഭവമല്ല, പ്രത്യക്ഷപ്പെടുത്തേണ്ടതല്ല, ആളുകളെ അറിയിച്ചുകൊണ്ട് അതൊരു വലിയ സംഭവമാക്കേണ്ടതല്ല. അതുകൊണ്ട് തന്നെ മൊയ്യത്ത് വെളിവാക്കണം. അത് ഇൻഷാ അല്ലാഹ് പിന്നെ ചർച്ച ചെയ്യാം. ഇവിടെയാണ് ഇതിലുള്ള സത്യവും അസത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര സംഭവങ്ങൾ ഇപ്പോൾ ഞാനോട് പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് എന്ന്. ജാമിഅ കറാമാത്തിൽ ഔലിയാ എന്ന് പറയുന്ന യൂസുഫ് നബ്ഹാനി എന്ന് പറയുന്ന ഒരു കാക്ക, അങ്ങനെ പറഞ്ഞാൽ മതി, പടച്ചുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് ജാമിഅ കറാമാത്തിൽ ഔലിയാ. ഓറെ പേര് യൂസുഫ് നബ്ഹാനി എന്നാണ്. അതിൽ സംഭവമുണ്ട്. എന്താ? ഈജിപ്ഷ്യനായൊരു പെണ്ണ്
ആമിന റമീല എന്നാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്ന പേര്. ഒന്നുകിൽ റമീല അല്ല റുമൈല, ഏതായാലാവട്ടെ. ബിശ്ർ ഇബ്നുൽ ഹാരിസിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അങ്ങനെയാണ് അത്. ഇതെന്തോ അങ്ങനത്തെ ഒരു സനദും ആ പറഞ്ഞ ആളൊന്നും തലയും പാടും ഉണ്ടാവില്ല. അതങ്ങനെ അറബിയിൽ എഴുതി വെക്കുക, വായിച്ചു പഠിച്ച് ദീനായി തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെ വിശ്വസിച്ച് നടക്കുക. അതാണ് എന്താ സംഭവം. ബിശ്ർ ഇബ്നുൽ ഹാരിസ് രോഗിയായി കിടക്കുമ്പോൾ ഈ പെണ്ണ് സന്ദർശിക്കാൻ വേണ്ടി വന്നു, ഈ പറയുന്ന ആമിന എന്നറിയുന്നത്. കൂട്ടത്തിൽ അഹ്മദ് ബിൻ ഹംബലും വന്നു. അതാ അതിന്റെ രസം. ഇതിന്റെ രസകരമായ കാര്യം അതാ. കാരണം കാര്യപ്പെട്ട ആളുകളെ പേര് പറഞ്ഞെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ചെലവാകും. അഹ്മദ് ബിൻ ഹംബൽ വന്നു. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, ഏതാണ് ഈ സ്ത്രീ? അപ്പോൾ നമുക്കറിയില്ലേ ഇങ്ങനെ കാര്യപ്പെട്ട ആളാ. ഓ എന്നാ പിന്നെ ഓരോട് എനിക്കും ബിശ്റിനും രണ്ടാൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. അങ്ങനെ മഹദി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? നരകത്തിൽ നിന്ന് അഹ്മദ് ബിൻ ഹംബലിനെയും ബിശ്ർ ഇബ്നുൽ ഹാരിസിനെയും രക്ഷപ്പെടുത്തണേ പ്രാർത്ഥിച്ചു. കാരണം കാര്യപ്പെട്ട അങ്ങനെയാണല്ലോ, കാര്യപ്പെട്ട ആളാന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? രാത്രിയിൽ അഹ്മദ് ബിൻ ഹംബൽ കിടന്നുറങ്ങുക. ഉറങ്ങുമുണ്ട് വായുവിൽ നിന്ന് ഒരു കടലാസ് ഇങ്ങനെ വരുന്നു. അങ്ങനെ അതൊക്കെ ഈ കഥകളൊക്കെ എങ്ങനെ എന്ത് ചോദിക്കരുത്. മക്തൂബൻ ഫീഹാ, അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് ഖദ് ഫഅൽനാ ദാലിക വലദൈനാ മസീദ്. ഓ അഹ്മദ് ബിൻ ഹംബൽ അവറുകളെ, ഓ ബിശ്ർ അവറുകളെ, നിങ്ങളുടെ കാര്യം നമ്മൾ അതേപോലെ ചെയ്തിരിക്കുന്നു എന്ന് ലെറ്റർ. ആരൊക്കെന്ന്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൽ ആരാ? ഓറക്കന്ന്. ലെറ്റർ റക്കാത്ത്. റക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കഷ്ണം പേപ്പർ. ഒരു കഷ്ണം പേപ്പറിൽ അത് ഫഅൽനാ ദാലിക, അത് വേണ്ടമായി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ പ്രശ്നമാക്കണ്ടല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്താ? രണ്ടാം ഖുത്ബയിൽ നമുക്ക് പറയാം, ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. അതാണ് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമോ ഇല്ലയോ, ഇന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പോലും അറിയുകയില്ല എന്ന് മുഹമ്മദ് നബി പറയുമ്പോൾ ഈ ആമിന എന്ന സ്ത്രീ മുഖേന അഹ്മദ് ബിൻ ഹംബലിനെയും ബിശ്റിനെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന ലെറ്റർ വരികയാണ്. നമ്മുടെ നാട്ടിലോ അങ്ങനെ തന്നെ ലെറ്റർ കണ്ടോ അധിക സ്വപ്നങ്ങളാണ്. അങ്ങനെ പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കെ ഉസ്താദ് സ്വപ്നത്തിൽ കണ്ടു, അങ്ങനെ കാണൽ തന്നെയാണ്. അത് ആ കഥകളാണ്. അതിനൊന്നും കറാമത്ത് എന്ന് പറയില്ല, അതിനൊന്നും ഇസ്ലാമിക ദൃഷ്ട്യാ വിലായത്ത് എന്നും പറയില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ മജ്സൂബുകൾ എന്ന് അവർ പറയുന്നത്. ഇവർക്ക് നിയമങ്ങളൊന്നും ബാധകല്ല. മജ്സൂബ് എന്ന് പറഞ്ഞാൽ തക്ലീഫില്ല, അള്ളാന്റെ നിർബന്ധവാദിത്വം അവർക്ക് ബാധകല്ല. നിങ്ങൾ കേട്ടില്ലേ, നമ്മളെ നാട്ടില് മഴ വേണമെന്ന് പറഞ്ഞ് ഒരു വലിയുള്ളാഹിന്റെ അടുത്ത് ചെന്നപ്പോ ഓർ ചെയ്തത് വിപർണമെന്ന് പറയാൻ പറ്റൂല. അതാ വരുന്നു കുത്തിച്ചൊരിയുന്ന മഴ. ഓർ ചെയ്തത് മൂത്രമൊഴിക്കാതെ, മഴ അല്ല എന്ന് പറഞ്ഞു. ഓർ പേരൊന്നും ഇപ്പൊ ഞാൻ പറയില്ല. അപ്പൊ എന്താ ചെയ്തത്? ഒരു മൂത്രമൊഴിച്ചു കൊടുത്തു. അതാ മൂത്രം അതിനോട് കൂടെ വരുന്ന വമ്പിച്ച മഴ. വിലായത്തായി, പുസ്തകത്തിലായി, നോട്ടീസിലായി, രേഖയിലായി, കറാമത്തായി, വലിയുള്ളാഹിയായി. മക്കാമ് കെട്ടി അവിടെ ആരാധന നടക്കുന്നുണ്ട്, അവിടുത്തെ തീർത്ഥയാത്ര നടക്കുന്നുണ്ട്, അവിടേക്ക് തീർത്ഥാടനം നടക്കുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന കറാമത്തിന്റെ കോലം. അതുകൊണ്ടാണ് സഅദുദ്ദീൻ തഫ്താസാനി പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ഒരു കിതാബാണ് ശറഹുൽ അഖായിദ എന്ന് പറയുന്നത്. അതില് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് അറിയങ്ങള്? ദീനും റസൂലിന്റെ ഇത്തിബാവും ഇല്ലാത്തവൻ ഒരിക്കലും വലിയ ആവുകയില്ല. ഒരാൾ എനിക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്ന് വാദിച്ചാൽ അവൻ ഒരു നിലക്കും തന്നെ അവൻ വലിയ അല്ല, അവനിൽ നിന്ന് കറാമത്ത് പ്രത്യക്ഷപ്പെടുകയും ഇല്ല. ഇവ മശായിഖ്മാർ വാദിക്കുന്ന എന്താ? അവർക്ക് റബ്ബിൽ നിന്ന് നേരെ വിവരം കിട്ടുന്നുണ്ട്. മുഹമ്മദ് നബി സ്വപ്നത്തിൽ നിന്ന് പറയുന്നുണ്ട്, നബിയിൽ നിന്ന് അള്ളാഹു കത്ത് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ജാമിയ കറാമാത്തിലുള്ളത്. ഇത് പറയുന്നവൻ വലം യകുൻ വലിയൻ വലം യുദ്ഹിർ യദൈഹി അലാ യദൈഹി ദാലിക്, അവൻ വലിയോ അവൻ മുഖേന ഇത്തരം കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുകയോ
ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ കോമിക്ക്, അതിന് കോമിക്ക് എന്നാ മലയാളത്തിൽ പറയാം, അതല്ലാതെ ഒരിക്കലും അതിന് വിലായത്ത് എന്നോ കറാമത്ത് എന്നോ പറയുകയില്ല. അതാണ് അബൂ ഹാമിദ് ഗസ്സാലി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരാള് ഹവയിലൂടെ ഇങ്ങനെ പറക്കുന്നതോ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നതോ കണ്ടാൽ അവൻ വലിയാണ്, അവൻ അള്ളാന്റെ ആത്മമിത്രമാണ്, അവന് വിലായത്തുണ്ട് എന്ന് നീ പറയണ്ട. അവന്റെ സിർറ് എന്താണ്, അവന്റെ രഹസ്യം എന്താണ്, അവന്റെ ഈമാൻ എന്താണ്, അവന്റെ അമൽ എന്താണ് എന്ന് പരിശോധിച്ചേ പറയാവൂ. അല്ലാതിരുന്നാല് ഈ തലേന്ന് ഭസ്മം എടുക്കുന്നവനെല്ലാം വലിയുള്ളായി മാറും. അപ്പം അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിലായത്തും കറാമത്തും മുഅ്ജിസത്തുമെല്ലാം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ അതിനെല്ലാം മുഅ്ജിസത്തിന്റെ പ്രവാചകന്മാരാവണം, കറാമത്തിന് ഈമാനും തഖ്വയും ഉള്ളവരും ആയിരിക്കണം. ആ സംഗതിക്കാണ് നമ്മൾ ഈ പറയുന്ന കറാമത്ത് എന്ന് പറയുക. അതിന്റെ ഉദാഹരണമാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉദാഹരണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടും പേടിയില്ലാത്ത തോന്നിവാസികളിൽ നിന്നുണ്ടാകും. അതിനാണ് ഇസ്തിദ്റാജ്, അതാണ് ദജ്ജാൽ എന്ന് പറയുന്ന ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. പിന്നെ അള്ളാഹുവിന്റെ നിർബന്ധ കാര്യങ്ങൾ, തക്ലീഫ് അഥവാ റബ്ബിന്റെ നിർബന്ധ ബാധ്യതകൾ ഇവർക്കാർക്കും ബാധകം അല്ല എന്ന് പറയുന്ന മജ്സൂബ്, അതല്ലെങ്കിൽ ഗൈറു മുക്കല്ലഫ് എന്നൊക്കെ പറയും. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ അള്ളാഹു വഹി ഇറക്കി കൊടുത്തത്. ഖുർആനും ഹദീസും ഒക്കെ അള്ളാഹു മുഹമ്മദ് നബിക്ക് പഠിപ്പിച്ചു കൊടുക്കല്ലേ. റസൂലുള്ളാഹിക്ക് ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും വിധേനയുള്ള ഈ ജസ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളയായിട്ട് സ്വന്തമായിട്ട് നിൽക്കുകയാണ്, എനിക്കൊന്നും ബാധകല്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടാ. പിന്നെ ഇവനെങ്ങനെ പറയല്? ഇവനാരാ പറയാൻ? എന്താണ് അതിന്റെ തെളിവ്? എന്താ അതിന്റെ പ്രമാണം? അന അഖ്ശാക്കും അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹനെ പേടിക്കുന്നവൻ ഞാനാണ് എന്ന് റസൂലുള്ളാഹി. ഞാനാണ് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവൻ എന്ന് റസൂലുള്ളാഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് ശയ്യാവലംബിയായി കിടക്കുമ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന് മദീന പള്ളിയിലേക്ക് 2 ആളെ തോളത്ത് കൈവച്ചുകൊണ്ട് നടന്നു പോയപ്പോൾ കാല് മണലിലൂടെ വലിച്ച അടയാളം കാണാമായിരുന്നു. അത്രക്ക് തഖ്വയുള്ള ആളാ റസൂൽ. റസൂലുള്ളാഹിക്ക് ജദ്ബുണ്ടായിട്ടില്ല, റസൂലുള്ളാഹിക്ക് ബുദ്ധിഭ്രമം ഉണ്ടായിട്ടില്ല, റസൂലുള്ള തക്ലീഫ് ഇല്ലാത്തൊരവസ്ഥ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല. അപ്പൊ ഏറ്റവും വലിയ വലിയുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകളൊന്നും ഉണ്ടായിട്ടില്ല. ജിബ്രീൽ മുഖേന വഹി, അല്ലെങ്കിൽ സ്വപ്നം മുഖേനുള്ള വഹി. അമ്പിയാക്കന്മാരെ വഹികളെല്ലാം, അമ്പിയാക്കന്മാരെ സ്വപ്നങ്ങളെല്ലാം വഹിയാണ് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അതല്ലാതെ പറയുന്നതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പൊഴി വാക്കുകളാണ്. അതല്ലെങ്കിൽ എന്തോ ബുദ്ധിഭ്രമം കൊണ്ട് പറയുന്നതാണ്. ദീനുമായോ ഇസ്ലാമുമായോ ഖുർആനുമായോ സുന്നത്തുമായോ അത്തരത്തിലുള്ള വാദഗതികൾക്കോ കറാമാത്തുകൾക്കോ ഒരു ബന്ധവുമില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ.